ഉയിർപ്പ് നാലാം തിങ്കൾ. ലൂക്കാ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും. ഈ ഉപമയിൽ മുന്തിരിത്തോട്ടവും ഇസ്രായേലും ഉടമസ്ഥൻ ദൈവവുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഇസ്രായേലിനെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കൃഷി ചെയ്ത് ഓഹരി ഉടമസ്ഥന് നൽകണമെന്നതായിരുന്നു വ്യവസ്ഥ. ഓഹരി വാങ്ങാൻ എത്തിയ ഭൃത്യന്മാരെ അവർ അവഗണിക്കുകയും നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. അവസാനം തന്റെ പ്രിയപുത്രനെ അയച്ച് അവനെ അവർ മുന്തിരിത്തോട്ടത്തിന്റെ വെളിയിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു. ഇത് യേശുവിന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടിയുമാണ് പ്രവചനമായിരുന്നത്. കഥ തീരുന്നില്ല. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൈവം പുനഃസംഘടിപ്പിച്ച മുന്തിരിത്തോട്ടത്തിലെ മറ്റാളുകളായ കൃഷിക്കാരാണ് നാം ഓരോരുത്തരും. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. അത് അനേകരുടെ തകർച്ചയ്ക്ക് കാരണമാകും. അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. ഇസ്രായേലിൽ പലരുടെ ഉയർച്ചയ്ക്കും വീഴ്ചയ്ക്കും അവൻ കാരണമാകും. ദൈവത്തിന്റെ പുതിയ മന്ദിരത്തിന്റെ മൂലക്കല്ല് യേശുവാണ്. അത് ദൈവത്തിന്റെ പണിയാണ്. രക്ഷയുടെ മൂലക്കല്ല് യേശുവാണ്. സകല മനുഷ്യരെയും വിധിക്കുവാനായി അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു.